ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഗീറാട്ടോസോറസ് ആണ്. നമുക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. അതാണ് 1299 കൊക്കോ. അപ്പോൾ കുറേ ഡൈനോസർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിങ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ശരിയാവും പോയിട്ടില്ല. മറ്റേ മെഗ ഓടിയെന്ന് തോന്നുന്നു. ഹലോ, ഞാനാ പ്രശ്നക്കാരനാ. ഈ ജയണാണി ഒരുത്തനുണ്ട്. നമുക്ക് ഇങ്ങനെ കറങ്ങാം. പമ്പരം ഓക്കെ, അവനെ ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ അടിക്കാം. ഇതിന് മനസ്സിലായില്ല, ആർക്കറിയാം. ഒരു ഫോളോ ചെയ്യാം. എനിക്ക് ഇപ്പോൾ ഞാനൊരു ഡിയോസോറസിനെ കൊന്നേ ഉള്ളൂ. മിക്സ് പേക്കേഴ്സ് സാൻഡ് ബോക്സിനകത്തല്ല, റിയൽ സെർവറിനകത്ത് ഒരു വട്ടം ഞാൻ ചത്തില്ല. വയസ്സ് നോടില്ലേ കളി. അവൻ ഫുൾ ഗ്രോത്ത് വരുന്നെന്ന് തോന്നുന്നു. എൻ്റെ 3 സെഞ്ചുറി സ്പീഡ് വരുന്നത്. ഞാൻ ഇങ്ങനെ വന്നിട്ട് കുറഞ്ഞ ഒറ്റക്കളി കൊണ്ട് കാണിച്ചു തരാം. അത് പിന്നെ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ഒരു സ്കൂൾ കേട്ടോ. ഓക്കെ, നമ്മളിവിടെ കീഴടക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ കീഴടക്കിയിരിക്കും ഗൈസ്. ചത്താലും കീഴടക്കിയിരിക്കും. മിക്സ് പാക്കിംഗ് ആണ്, അതൊന്നും നോക്കണ്ട. താഴത്തിലടാ. ഓക്കെ, ഇപ്പോൾ സൂചനേഴ്സും നമ്മുടെ ഫ്രണ്ടാണ്. മിക്സ് പാക്കിംഗ് ഇതിനകത്ത് കുഴപ്പമില്ല. ബിക്കോസ് ഇത് സാൻഡ് ബോക്സ് സെർവറാണ്. നോബഡി റിപ്പോർട്ട് മീ. എല്ലാവരും സാൻഡ് ബോക്സിനകത്ത് മിക്സ് പാക്ക് ചെയ്യുന്നവരാണ്. ഡോണ്ട് ബ്ലെയിം മീ. ജസ്റ്റ് വൺ ഓഫ് അവർ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ എൻ്റെ ഒരു കൈ ഒടിഞ്ഞിരിക്കുമല്ലേ ഗൈസ്. അതുകൊണ്ട് നല്ലപോലെ കളിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഓടാനും പറ്റത്തില്ല. സ്റ്റോപ്പ് പ്ലീസ്. സ്റ്റാമിന ലോ പ്ലീസ്. നിക്കടാ, കഷ്ടമുണ്ടാ. സ്റ്റാമിന ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഓടുന്നോ? ഗ്രേറ്റ്. ഇനി നമുക്ക് ഓടുന്ന തന്നെ ആയിരിക്കും നമുക്ക് നല്ലത്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന അത്ര സേഫ് അല്ല. ഇത് സാൻഡ് ബോക്സ് ആണ്. പ്ലസ് ഇവിടെ ഒരു ക്വഡ്സെറ്റ് കോഡ്ലെസ് ഉണ്ട്. അത് ലോ കില്ലറും ആവാം. ക്വഡ്സെറ്റ് കോഡ്ലെസ്സിനെ ഒന്നും ട്രസ്റ്റ് ചെയ്യരുത്. ബാക്ക് മെമ്പേഴ്സ് ആർ ഹിയർ. ഓ ഫുഡടി. വെറുതെ അല്ല അവർ വെയിറ്റ് ചെയ്യാതെ പോയേ. ഫുഡ് വേണ്ടേ. ഫുഡ് വേണ്ടേ. എനിക്ക് ഭയങ്കര ആക്രാന്തമാണ് ഗൈസ്. അത് ഭയങ്കര ഞാൻ പക്ഷേ ഫുഡല്ലേ ഗൈസ് കഴിക്കുന്നത്. ഞാൻ പുല്ല് കഴിക്കുന്ന ഡൈനോസറാണ്. ഇപ്പോൾ വെജിറ്റേറിയനാണ് ഞാൻ ഗ്രാസ് എത്ര നേരം കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് കണ്ടോ. ഇപ്പം ഞാൻ ചെയ്തില്ലേ, അതായത് ഞാനിങ്ങനെ ഓടും, എന്നിട്ട് കുറച്ച് സ്പീഡപ്പ് ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പിന്നെ ബാക്കിൽ ചെന്ന് അടിക്കും. അതാണ് എൻ്റെ ടാക്ടിക്സ്. ഇപ്പോഴത്തെ ടാക്ടിക്സ് അതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐ ഷാൽ നോട്ട് കംപ്ലൈൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് പറയും അതെൻ്റെ ട്രിക്കല്ലേ എന്നൊക്കെ പറയും. എന്നാലും അത് നെവർ മൈൻഡ്. നിങ്ങൾക്കും അതൊക്കെ യൂസ് ചെയ്യാം. ഐ ഷാൽ ലെറ്റ് യു ഫ്രീ അമ്മച്ചി. നൈസ്. വാട്ട് നൈസ്. എന്താടാ നൈസ്? വാട്ട് നൈസ്? എന്തുവാടാ നൈസായിട്ടുള്ളത്? ആർക്കറിയാം. ഓക്കെ, അപ്പോൾ ആണ്ട് ചെങ്കുറോപ്റ്റർ. ഒരു ചെങ്കുറോപ്റ്ററിൻ്റെ അവശിഷ്ടമല്ലേ ഒക്കെ എടുക്കുന്നത്. അവശിഷ്ടത്തിന് നമുക്ക് അല്ല, വയർ ഫുള്ളാണ്, എന്നാലും കുഴപ്പമില്ല. വയർ ഫുള്ളായാലും നമ്മൾ ഫുള്ളാക്കും. നോക്കട്ടെ, കഴിക്കാൻ പറ്റുമോ? ഓക്കെ, സെറ്റ്. ഓക്കെ, 1 ബൈറ്റ് എടുത്തിട്ടേ ഉള്ളൂ. 1 ബൈറ്റ് കൂടെ മതിയായിരുന്നു. 1 മച്ചിയാ. നമ്മൾ എത്തേനിപ്പോൾ അതാണ് ഗീഗനാട്ടോസോറസിൻ്റെ ഫാളൊന്നും എടുക്കത്തില്ലെന്ന് പറയുന്ന കുറേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫാളെടുത്ത് റിസ്ക് അടിക്കുന്നില്ല.
ബിക്കോസ് നമ്മുടെ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ 89% ആയിട്ടുണ്ട് ഗൈസ്. 89%. Yeah, we are biggest carnivore the world has ever seen. Wow. സ്പൈനോസോറസിനെ മാറ്റിയെടുത്ത് സ്പൈനോസോറസ് അപ്പുറത്തെ മൂലയ്ക്ക് പോകും. സ്പൈനോസോറസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജയിക്കാറില്ല. ബിക്കോസ് സ്പൈനോസോറസിൻ്റെ സീല് അത്രയ്ക്ക് നല്ല സാധനമാണ്. ഇവൻ ഫുൾ ഗ്രോത്ത് കേട്ടോ. അവൻ്റെ എബിലിറ്റിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അവൻ ഫുൾ ഗ്രോത്താണ്. സൂച്ചുവിൻ്റെ കാര്യം അറിയത്തില്ല, പുതിയതായിട്ട് കണ്ടാണ്. ചങ്ങായി കൊള്ളാം. ചങ്ങായിക്ക് സ്കില്ലുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ആ സ്കില്ല് പ്രൊഫഷണലിസ്റ്റൊക്കെ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വി ക്യാൻ ജഡ്ജ് എനിബഡി ബൈ ദെയർ അപ്പിയറൻസ്. അതെ, ഞാൻ തന്നെ ഒരു ന്യൂബിഷ് ലുക്കാണ്, പക്ഷെ ഞാൻ ചിലപ്പോൾ ഇവനെക്കാട്ടി സ്കില്ലായിരിക്കും. പറ്റത്തില്ല, ചിലപ്പോൾ അവൻ എന്നെക്കാട്ടി സ്കില്ലുണ്ടായിരിക്കും. അതും ഐ ഡോണ്ട് കെയർ. അവിടെ ഫുഡുണ്ട്. ഈ സാൻഡ് ബോക്സ് സെർവർ കൊള്ളാം കേട്ടോ. ഈ സാൻഡ് ബോക്സ് സെർവറിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. സാധാരണ സാൻഡ് ബോക്സ് സെർവറിൽ ഞാൻ നിൽക്കത്ത് പോലും ഇല്ല. 2 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ തീരുന്നതായിരിക്കും. ഒരു ഗുഡ് ടീമേറ്റിനെ കിട്ടി. ഗുഡ് 2 ടീമേറ്റ്, 2 അല്ല കുറച്ചെണ്ണം ഉണ്ട്, എന്നാലും അവരൊന്നും കാണാത്തതുകൊണ്ട് 2 ഗുഡ് ടീമേറ്റ്സിനെ കിട്ടി. സൂച്ചോ ലോഗൗട്ട് അടിച്ചെന്ന് തോന്നുന്നു, ആർക്കറിയാൻ, കാണുന്നില്ല. ഗിഗ ഓ നോ, ഇവിടെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, ചാറ്റിൽ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓനോ എന്നെ ഒറ്റയ്ക്ക് വീട്ടുകാരി ഊട്ടി വരണേ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോണേ. വിക്കും Wow, what is this mythical thing? Why is it blue? ഡൈനോസറിൻ്റെ ബ്രെയിൻ, ഗിയാഡോസോറസിൻ്റെ ബ്രെയിൻ. ഇതെന്താ ഈ ബ്ലൂ കളറുള്ള സാധനം? കണ്ടിട്ട് കൊള്ളാലോ. പക്ഷേ അത് കൊള്ളാം. അത് നമ്മളെ ഗ്രോത്ത് പ്രിസർവ് ആകത്തില്ലേ? പക്ഷെ എന്നാലും അവന് പകരം, എനിക്ക് പകരമായിട്ട് വേറെ ആരോ അവൻ്റെ നെസ്റ്റിൽ കയറി. എനിക്ക് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. അത് പുതിയൊരു അവതാരം. ഓക്കെ, നമ്മളിനി ഈ ഗിഗയെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല. പിന്നെല്ലാം ട്രാപ്പിനകത്തോട്ടാണോ ഡേ ഓപ്പിസ്കും ഇങ്ങനെ പക്ഷേ അത് നടന്നില്ല. ഇങ്ങനെ ഓടണം, എന്നിട്ട് ഇങ്ങനെ ഒന്ന് അത് നടന്നില്ല. ഇങ്ങനെ ഓടണം ഗൈസ്. ഇങ്ങനെ ഓടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല ഗൈസ്. അതാണ് ആരെങ്കിലുമൊക്കെ കാണുന്നെന്ന് തോന്നുമ്പോഴത്തേക്കും പെട്ടെന്ന് ടെൻഷൻ കയറി ഇതാവുന്ന ഗൈസ്. എടാ, എൻ്റെ കയ്യിൽ എനർജി പോലും ഇല്ല. ഇവനെ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും കേട്ടോ. കൂടുതലായി ഇവൻ എങ്ങോട്ടായി പോന്നേ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്മെല്ല് ചെയ്തു. വാവ്, വാട്ട് എ ബോണ്ട്. അയ്യോ, ഇപ്പം ഞാൻ ബോണ്ടിന്ന് ചാവും. ബോണ്ട് കാരണം ഞാൻ ചാവും. കേറാ ഗിഗാഡോസോറസായിട്ട് കാലുകൊണ്ട് കയറാൻ പറ്റത്തില്ലെന്നോ? ഇതൊക്കെ എവിടുത്തെ ഗിഗാഡോസോറസാടാ? ഓക്കെ, അവൻ്റെ സ്റ്റാം ഔട്ട് ആയെന്നൊരു സംശയം ഇല്ലാന്നില്ല. ഞാൻ പയ്യെ അടക്കുന്നുണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു ഡൈനോസറിൻ്റെ കൂട്ടം കിട്ടണം. നമുക്ക് പിന്നെ നമുക്ക് പൊളിക്കാം. പിന്നെ നമുക്ക് എല്ലാവരെയും കൊന്നരാ. അരപ്പത് അതൊരു ടീറക്സ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 97% ഗ്രോത്ത് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഇവൻ്റെ അത്ര ആവാറായി. ആ ടീറക്സ് നമ്മളെ കണ്ട വഴി ഓടുന്നുണ്ട്. ഓക്കെ, അവനെ ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കാം. ഓടുന്നില്ലേ അവൻ? ആർക്കറിയാം.
ടീറക്സ് അത് ടീറക്സ് തന്നെ ആണെന്ന് ഉറപ്പല്ല. ചിലപ്പോൾ നമ്മളുടെ ഗിഗ തന്നെ ആയിരിക്കും. ഗിഗയുടെ റീമോഡൽ വന്നുകൊണ്ട് ടീറക്സിനൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നമുക്കിനി ഒന്ന് സ്റ്റാമ്പ് ചെയ്യട്ടെ. പയ്യെ സ്റ്റാമ്പ് ആയാൽ മതി. നമുക്ക് അത്ര നേരം കൊണ്ട് അങ്ങോട്ട് മാക്സിമം അടുത്തെത്താവോ അത്ര അടുത്തെത്താം. സ്റ്റാമിന കുറച്ച് കുറയും. ബിക്കോസ് ഇനി കുറച്ച് പയ്യെ പോവാം. ഓ താണ്ട റക്സ്. ഓ ലോഗൗട്ട് അടിച്ചു പോടാ. നല്ലൊരു ഇരയായിരുന്നു. എന്നാലും നമുക്കൊരു സാർക്കസു. യെസ് ഗൈസ്, ഒഫീഷ്യലി വി ആർ അഡൾട്ട് ആയിട്ടുണ്ട്. നമ്മളൊരു ആംബുഷ് നടത്താൻ പോയതാണ്. പക്ഷെ ആംബുഷ് ഒരു ബാംബുഷ് ആയിപ്പോയി. ഓക്കെ, നമുക്കതൊന്നും വലിയ കുഴപ്പമില്ല. ഫുഡ് കിട്ടിയില്ലേ? ഹരപ്പത് ആരൊക്കെയാ ഇതിപ്പോ? ഒരു ട്രാജിയ, അവിടെ ഒരു ഡീലോ ചീറസ് അടിക്കും. അതാവും. ഓക്കെ, പിന്നെ അവിടെ എന്തോ സ്പൈനോസോറസ്. ഹലോ, അവനെന്തേ? ഇഷ്കും നോബഡി ഇൻ അവർ ടെറിട്ടറി. ധാരാ ആരെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവനെ ബാക്കിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല. മാറിക്കടാ. ഞാൻ ഹോസ്റ്റൈലാണെന്ന് കാണിച്ചേക്കാം. മാൺ ചെയ്തേക്കാം. പിന്നെ റയറൊക്കെയാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ എപ്പിക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ സൈക്കോപാത്സാണ്. ഏതിക്കുന്ന പോലല്ല, ഓടിച്ചിട്ട് പിടിക്കും. നീ വിചാരിക്കുന്ന പോലല്ലോ, ഓടിച്ചിട്ട് പിടിക്കും. ഒറ്റ ഓട്ടം. നീ എത്ര ചത്ത്? ഞങ്ങളുടെ ഫുൾ സ്പീഡായത്. അല്ല, ചത്തില്ല. അവനെ ഓടിപ്പിക്കുക. എന്നിട്ട് അവൻ്റെ സ്റ്റാമിന ഫുള്ള് ഡ്രെയിൻ ആവണം. എന്നിട്ട് അങ്ങനെ അവൻ ചാവണം. ഓക്കെ, അത് ഇവൻ്റെ ഒന്ന് സ്റ്റാമിന ഡ്രെയിൻ ആവുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അവൻ്റെ സ്പീഡൊക്കെ ഇജാതി സ്പീഡാണ്. നമ്മളുടെ അടുത്ത് നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് അതിന് കവർ ചെയ്യാം. ഇതുപോലത്തെ കുറേ ഗുണങ്ങളുണ്ട്. ഇത് അപ്പെക്സ് കില്ലറാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 2 അപ്പെക്സോ ഒരു അപ്പെക്സ് കില്ലറും കൊണ്ട് പറയുകയാണെങ്കിൽ അറിയാലോ ഗൈസ്, അപ്പെക്സ് കില്ലർ ചത്ത് കഴിയും. ഓക്കെ, നമ്മളിപ്പോഴും അവൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. അടുത്തെത്തി, അതെല്ലാം പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ എനർജിയും കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ സുഖമായി. ഞാൻ ചത്തോ? ഇല്ല, ഞാൻ വീഴുമെന്ന് വിചാരിച്ചു. എടാ, അവനെന്താ സ്റ്റാം ഔട്ട് ആവാത്ത ഇത്ര നേരമായിട്ടും? ഓക്കെ, അവൻ്റെ സ്റ്റാം ഔട്ടായെന്ന് തോന്നുന്നു. ഷേടാ, എന്നാലും നമ്മളുടെ ഇത് പോയല്ലോ. നമ്മളുടെ പ്രേ രക്ഷപ്പെട്ടിരിക്കുന്നു ഗൈസ്. അവർ പ്രേ ലിവ്സ് ഫോർ അനദർ ഡേ. ഓക്കെ, അവിടെ 2 ഫുൾ ഗ്രോത്ത് സ്പൈനോസോറസ് ഉണ്ട്. അങ്ങോട്ടാണ് ഇത് പോകുന്നതും. ഓക്കെ, 2 സ്പൈനോ there. 2 സ്പൈനോ there. 2 സ്പൈനോ ഉണ്ട് അവിടെ. ഇവിടെ 2 സ്പൈനോസോറസ് ഉണ്ട്. ഒന്ന് പോയി നോക്കട്ടെ. 2 സ്പൈനോസോറസ് ഉണ്ടായിരുന്നു. വേണ്ട, അത് അപ്പുറത്ത്. 2 അല്ലേ? ഒരെണ്ണത്തിലേ ഉണ്ടുള്ളല്ലോ. ഒരെണ്ണം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് ഷാഡോ ആയിരുന്നോന്ന് ആർക്കറിയാം. അയാൾ ലോഗൗട്ട് അടിച്ചു പോയെന്നോ? അത് ഷാർക്കല്ലായിരുന്നു. ഡീലോ ചീറസോ സൂച്ചോ എങ്ങാണ്ട. ഷാർക്കെന്ന് സോറി, സ്പൈനോ അല്ലായിരുന്നു അത്. സൂച്ചയോ മറ്റേ താറാവില്ലേ, താറാവ്, അതാണെന്ന് തോന്നുന്നു. നോക്കിവിടെ ഒരുത്തൻ മുങ്ങിച്ചത്തെന്ന് അറിഞ്ഞു. ഓക്കെ, അവിടെ ഒരു ആസ്ട്രോറാപ്റ്റർ ഉണ്ട്. ആരെങ്കിലും. ഓക്കെ,
ഓക്കെ അവിടെ ഒരു ടീറക്സ് അല്ലേ അത് പോകുന്നത്. പക്ഷേ ടീറക്സിനൊക്കെ കഴിച്ച് കിട്ടിയാൽ മതി. പൊളിക്ക് ടീറക്സിനൊക്കെ അടിയാൽ ഓക്കെ നീ പോടാ ഞങ്ങള് ഭക്ഷണക്കാരാട്ടോ. ഓ നിങ്ങൾക്ക് ആൾക്കാരുണ്ടല്ലേ. ബാ 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 കോഴി ബാബ അമ്യം അടി ഓക്കെ കുഴപ്പമില്ല. നമ്മളൊരു വലിയൊരു ബാറ്റിൽ തന്നെയാണ് ചത്തത്. അതുകൊണ്ട് എനിക്ക് അഭിമാനമുള്ളൂ ഗൈസ്. അഭിമാനം. പോടാ ഓക്കെ ഗൈസ്. I died respectfully. I died as a hero. നിങ്ങൾ എന്താണ് വിചാരിച്ചേ? ഞാൻ ചത്തപ്പോഴത്തേക്കും എല്ലാം തീർന്നെന്നോ? അമാർഗസോറസ് പോലത്തെ ഡിലോഫസോറസ് പോലത്തെ ഡൈനോസോഴ്സിനൊക്കെ വെട്ടിയിട്ടാനാണ് ഞാൻ. ഓക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലല്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം കളിക്കറിയാത്തൊരു പൊട്ടനായിരുന്നു. ഇപ്പോൾ ഒരു അമാർഗസോറസിനെ, അതും ഗിഗാട്ടോസോറസ്, അമാർഗ് നമ്മളെ ആംബുഷ് ചെയ്തിട്ട് ജയിച്ചില്ല. ആംബുഷ് ചെയ്തിട്ട് അത് ഫുൾ ഗ്രോത്ത് ആയിരിക്കണം. അതെ ഫുൾ ഗ്രോത്താണ്. സൈസ് കമ്പാരിസൺ വെച്ച് നോക്കുവാണെങ്കിൽ ഫുൾ ഗ്രോത്ത് ആയിരുന്നത്. അത് നമ്മളെ ആംബുഷ് ചെയ്തിട്ട് നമ്മൾ എത്തില്ല. അവനെ എന്നെ അടിച്ചവനെ ഞാൻ തന്നെ കൊന്നു. ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ താഴത്തില്ലടാ. ഓക്കെ സോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗിഗാട്ടോസോറസ് ഒരു റോറാൻ ഉദ്ദേശിച്ച പക്ഷേ കുഞ്ഞെ പോയി roar. Okay. Bye. Like, share and subscribe for more.